ഹലോ ഗായ്സ്, എല്ലാവർക്കും മിസ്റ്റർ നാഷിലേക്ക് സ്വാഗതം. സോ നമ്മൾ നാളെ ആണ് പെരുന്നാളെന്ന് പറയുന്നത്. സോ പെരുന്നാൾ നമ്മൾ വലിയൊരു ചലഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആൻഡ് വെൽക്കം ബാക്ക് ടു മിസ്റ്റർ നാഷ്. We get litty like a candle. Cardi frame, Gucci flannel. Yeah. Feel good up and out the famo. Woo. See me grinding on my channel. I just pulled up in that Lambo. I'm so hot, I need a fan on. In Diego in the sando. Walk around in Gucci sandals. G-Wagon, I pull up like skirt. And I put that Louis V on my shirt. They can down me cause I know my worth. Told Pops he ain't even gotta work. I just pulled a 2020 out, yes sir. I just did another video, yes sir. I'm just thankful. Guys, and welcome back to another video. ഇന്നോടൊപ്പം ഉള്ളത് ആരാണ്? സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സ്പിൻ ദ വീൽ ചലഞ്ച് ആണ്. സോ സ്പിൻ ദ വീൽ ചലഞ്ചിന് ഓരോ ചലഞ്ചിനും ഓരോ പോയിന്റ് ഉണ്ടാവും. സോ എല്ലാവർക്കും ഫസ്റ്റ് ബോണസായിട്ട് ഒരു 10 പോയിന്റ് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ബോണസ് റൗണ്ട് ഉണ്ട്, അതിന് 2 പോയിന്റ് ലഭിക്കുന്നതാണ്. ബോണസ് റൗണ്ട് എന്ന് വെച്ചാൽ സ്കാവഞ്ചർ ഉണ്ട്. സ്കാവഞ്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീല് സ്പിൻ ചെയ്യും. സോ ആ വീലിൽ കിട്ടുന്ന സാധനം നമ്മൾ 60 സെക്കൻഡിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് എവിടെ നിന്നാണെങ്കിലും പോയി കണ്ടുപിടിക്കണം. അതാണ് ഈ ചലഞ്ചിൻ്റെ ഒരു പ്രത്യേകത. സോ ഫസ്റ്റ് ഞാൻ തന്നെയാണ്. അപ്പോൾ ഗൈസ്, എനിക്കിനി ഒരു ബുക്കും ടൂത്ത് പേസ്റ്റും കണ്ടുപിടിക്കണം. 60 സെക്കൻഡ് തുടങ്ങാൻ പോവുകയാണ്. സോ തുടങ്ങിക്കഴിഞ്ഞു. ബുക്ക് ഞാൻ കൊടുത്തൊരു ബുക്കുണ്ട്. ഈ ബുക്ക് എനിക്ക് ഒരെണ്ണം കിട്ടി. ടൂത്ത് പേസ്റ്റും കൂടി ഉള്ളു. സാമാർത്തിൻ്റെ ഇവിടെ കിട്ടിയത് എന്താണ്? അയൺ ബോക്സും ഹാൻഡ് വാഷും. അപ്പോൾ അത് പോയി എടുത്തിട്ട് വരിക. 30 സെക്കൻഡ്. അപ്പോൾ ബുക്കും ടൂത്ത് പേസ്റ്റും ആണ് കിട്ടിയുള്ളത്. അപ്പോൾ ടൈം ഇപ്പോൾ തുടങ്ങും. റെഡി, സ്റ്റഡി, ഗോ. ബുക്ക് കിട്ടി ഗൈസ്, ബുക്ക് കിട്ടി. ഇതാണ് ബുക്ക്. സോ ഇനി നമ്മുടെ ഇമാദ് ബ്രോയാണ് ഗൈസ്. നമ്മുടെ ഇമാദ് ബ്രോന് കിട്ടിയിട്ടുള്ളത് ലെമണും ഹാൻഡ് വാഷ്. സോ കണ്ടുപിടിച്ചോ. 30 സെക്കൻഡ് ഇപ്പോൾ തുടങ്ങി. അല്ല, 60 സെക്കൻഡ്. ഹാൻഡ് വാഷ് കണ്ടുപിടിച്ചിരിക്കുന്നു. അടുത്ത ടൈമില്ല, ഞാൻ പോയി എടുത്തോ. ലെമൺ എടുക്കാൻ ഒരുപാട് ടൈം വേണം. ഫ്രിഡ്ജ് മൊത്തം തപ്പുന്നുണ്ട് ഗൈസ്. മുട്ട അമർത്തിയൊക്കെയാണ്. ലെമണാണോ നോക്കാൻ. ടൈമായില്ല. അടിപൊളി അടിപൊളി. ചെയ്യാറില്ല. ഒരു പോയിന്റ് കിട്ടില്ലാന്നുള്ളൂ. പൂച്ച. നാരങ്ങ. സോ നാരങ്ങ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനോടൊന്ന് കണ്ണോടിച്ചു പോയി, എന്നാൽ അത് എടുത്തില്ല. ഒന്നും പൊട്ടുന്നില്ലേ? ഇനി റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഈ ഞാൻ തന്നെയാണ്. അപ്പോൾ ഗൈസ്, എനിക്ക് 21 കിട്ടി. 21 വെച്ചാൽ ഒരു ചലഞ്ചും ഇല്ല, സ്കിപ്പ് എന്നാണ്. അപ്പോൾ എനിക്ക് പോയിന്റും കിട്ടൂല. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത ആരാന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്ത് അറിയും. ഒരു 10 സെക്കൻഡ്. ഇതിൻ്റെ അടുത്ത് കൂടെ പോയി.
അപ്പോൾ ഗൈസ് ജസാമറിയം 18 എന്താന്ന് വെച്ചാൽ യു ആർ എലിമിനേറ്റഡ്. ഇനി ഈ ഒരു ഇതിലേക്ക് തിരിച്ചു കയറാൻ ഒരേ ചാൻസ് ഉള്ളൂ. അതാണ് ഒരു സ്പിൻ ദ വീൽ ഉണ്ട്, അതായത് യെസ് ഓർ നോ. യെസ് കിട്ടിയാൽ ഈ ഒരു ഇതിലേക്ക് തന്നെ തിരിച്ച് ജോയിൻ ചെയ്യുക. ഓരോ റൗണ്ടിൽ നമ്മൾ നടത്തും. നോ കിട്ടിയാൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഓ മൈ ഗോഡ്, യെസ്സിലേക്കാണ് നടക്കുന്നത്. ഓ ജസാമറിയം ഈ ചലഞ്ചിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഇനി അടുത്തത് അനീസ് റഹ്മാൻ. ഇനി താങ്കൾക്ക് ഈ ചലഞ്ചിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്താണ് പറയാനുള്ളത്? ഇതാണ് നമ്മുടെ റൗണ്ട് 1. എന്താണ് പറയാനുള്ളത്? ഓ മൈ ഗോഡ്, എന്താവുന്നാവോ? Don't be something like നെഗറ്റീവ് ഉണ്ടായിരുന്നത് വേറെ എന്തിട്ട് വലിയ സീൻ. ഓ 27 എന്താ -7 പോയിന്റ്. സ്റ്റോപ്പ് ചെയ്തില്ല. 15 എന്താ? ഓ ഡോണ്ട് ടോക്ക് ഫോർ 2 minutes. 2 പോയിന്റ് ഉള്ളതാണ്. സോ ടൈം സ്റ്റാർട്ട്സ് നൗ. സോ ഇനി ഞങ്ങള് ഇമാദ് ബ്രോനെ സംസാരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് നിങ്ങൾ കാണുന്നത്, കാത്തിരുന്ന് കാണുന്നത്. ആദ്യം എന്താ വന്നിരിക്കുകയാണ്. ആദ്യം പേരെന്താ? അസ്സലാമു അലൈക്കും. എന്ത് എന്താ പരിപാടി? 1 minute 41 സെക്കൻഡ്. ഇത് എന്നെ കൊണ്ട് പറ്റുന്ന തോന്നുന്നില്ല ഗൈസ്. 2 പോയിന്റ് വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റും. ഇനി 10 സെക്കൻഡ് കൂടി. 10 സെക്കൻഡ് കൂടി ഉള്ളൂ. ഫസ്റ്റ് ജസാമറിക്ക് എത്ര പോയിന്റ് ഉണ്ട്? കഴിഞ്ഞ ചലിച്ചിട്ടായിരുന്നു. 2 മിനിറ്റ് ആയിരിക്കുകയാണ്. 25 25 രണ്ടാമത്തെ പ്രാവശ്യമാണ് കിട്ടുന്നത്. 25 സ്കിപ്പാണ്. എനിക്ക് പോയിന്റ് ഒന്നും കിട്ടൂല ഗൈസ്. ജസാമറിയത്തിന് അടുത്തൊരു മിനിറ്റ് കണ്ണുകൾ അടക്കാൻ പറ്റുകയില്ല. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാതിരിക്കുക. എന്താണ് ചെയ്യാം? എലിമിനേഷനാണ്. ഇത് തോറ്റ ഔട്ടാവും. 5 4 3 2 1 0 കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. സോ അനീസ് ബ്രോക്ക് കിട്ടിയത് -2 പോയിന്റാണ്. നേരത്തെ -7 പോയിന്റ് ആയിരുന്നു. കുറച്ച് ടോട്ടൽ -9 ആയി. മെച്ചുണ്ട്. അതുകൂടാതെ നമ്മൾ ഇമാദ് ബ്രോക്ക് 15-നാണ് വീണ്ടും കിട്ടിയത്. സോ ഡോണ്ട് ടോക്കിംഗ് ഫോർ another 2 minutes. We get litty like a candle. Cardi frame, Gucci flannel. Feel good up and out the famo. See me grinding on my channel. I just pulled up in that. ഗൈസ് 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രക്കുള്ളൂ. ഇപ്പൊ ഗൈസ് 2 മിനിറ്റ് കൂടിയിരിക്കുകയാണ്. ചലഞ്ച് പാസ്സായിരിക്കുകയാണ്. ഇതെന്താണ്? ഇതെന്താണ്? എന്തായിരിക്കും ഗൈസ്? എനിക്കൊരു പിടുത്തവുമില്ല. 27 എന്താ? -7 പോയിന്റ്. അയ്യോ, എൻ്റെ 7 പോയിന്റ് പോയി ഗൈസ്. ജസാമറിയമാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. 7 പോയിന്റ് പോയി. ജസാമറിയത്തിന് ഇവിടെ 13 കിട്ടിയിരിക്കുകയാണെന്ന് വെച്ചാൽ -10 പോയിന്റ്സ് ആണ് ജസാമറിയത്തിന് ഇവിടെ ഉള്ളത്. അനീസ് ബ്രോക്കോടെ കിട്ടിയത് 20 7 പോയിന്റ് കൊടുത്തിട്ട് ആരെ വേണമെങ്കിലും ഔട്ടാക്കാം. 7 പോയിന്റ് മാത്രം. പക്ഷെ 7 പോയിന്റ് ഇല്ല. 8 പോയിന്റ് ഇല്ല, 3 പോയിന്റ് ഉള്ളൂ. അപ്പൊ ഗൈസ് ഇമാദ് ബ്രോക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? -7 പോയിന്റ്.
ഉണ്ട്. ഗൈസ് എത്ര? ഓ 29. സോ 29 10 പുഷപ്പാണ്, 2 പോയിന്റിലാണ്. ഫിറ്റ്നസ് ക്ലാസ് നമ്മളങ്ങനെ 10 പുഷപ്പ് ഓക്കെ. ഡൗൺ ഡൗൺ ക്യാമറ ഡൗൺ. ഓക്കെ ക്ഷീണം മാറ്റാൻ കുറച്ച് സമൂസയാകാം. ജസാമരം ലാസ്റ്റ് ആയിരിക്കുകയാണ്. അതായത് ലാസ്റ്റ് കിണാളിൻ്റെ പോയിട്ട് ജസാമരത്തിന് വരും. ജസാമരത്തിന് പോയിട്ട് ലാസ്റ്റ് കിണാൾ വരും. ലാസ്റ്റ് കിണാളാരാ? നമ്മുടെ അനീസ് റഹ്മാൻ. അപ്പോൾ ഗൈസ് അനീസ് റഹ്മാൻ ഇവിടെ എന്താന്ന് ഒരു മൊബൈലും ഒന്നും നോക്കാതെ ടൈം പറയുക എന്നതാണ്. 38 7:36 7 പോയിന്റൊന്നും കൂട്ടല. ഒരു ഏകദേശ ടൈം നോക്കൂല. അപ്പൊ ഗൈസ് ഈ സെക്കൻഡ് ടേക്കുന്ന നമ്മുടെ ഇമാദുദ്ദീന്റെയാണ്. വീൽ സ്പിൻ ചെയ്യാം. ഗൈസ് ഹാത്തിമിനെ സ്മൈൽ ചെയ്യുക എന്നതാണ് ഇമാദുദ്ദീന് കിട്ടിയ പണി എന്ന് പറയുന്നത്. ഓക്കെ ഇമാദുദ്ദീൻ സക്സസ്ഫുള്ളി ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പെരിയോനെ